നവകേരള സദസ്സിനായി കൊല്ലത്ത് ദേവസ്വം സ്കൂൾ മതിൽ പൊളിച്ച സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്നാണ് കോടതി ചോദിച്ചത്. എന്നാൽ സംഭവിച്ചു പോയി എന്ന് സർക്കാരിന്റെ മറുപടി. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താൻ തീരുമാനിച്ചതിൽ സദസ്സ് നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടറും ദേവസ്വവും മറുപടി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ഷേത്ര മൈതാനങ്ങൾ നവകേരള സദസ്സ് വേദിയാക്കുന്നതിനെതിരായ ഹർജികൾ ഹൈക്കോടതി നാളെ പരിഗണിക്കും. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, വിശദാംശങ്ങൾ. കൊല്ലത്ത് ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ മൈതാനത്ത് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിനെതിരെയാണ് ഹർജികൾ. ഈ ഹർജി ഇന്ന് 12:30 ഹൈക്കോടതി പരിഗണിച്ച സമയത്താണ് ചില വിമർശനം ഉയർന്നിരിക്കുന്നത്. നവകേരള സദസ്സിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ മതിൽ പൊളിച്ചു എന്നുള്ള കാര്യം ഹർജിക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. സ്കൂൾ മതിൽ പൊളിക്കുന്നത്, അതായത് ദേവസ്വം വക സ്കൂളിന്റെ മതിലാണ് പൊളിച്ചിട്ടുള്ളത്. ഇത് ക്ഷേത്രത്തിന്റെ വക വസ്തുവാണ്. ഈ സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടായിരിക്കുന്നത്. പൊതുഖജനാവിലെ പണമല്ലേ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് എന്നുള്ള ചോദ്യവും കോടതി ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി നൽകിയത് സംഭവിച്ചു പോയി എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ കൊല്ലത്തെ നവകേരള സദസ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ, അതായത് ക്ഷേത്രം വക മൈതാനത്ത് നടത്തുന്നതിൽ നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള ജില്ലാ കളക്ടറോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നത് എന്നുള്ള ചോദ്യം കോടതി ഉന്നയിച്ച സമയത്താണ് ജില്ലാ കളക്ടറാണ് ചുമതല വഹിക്കുന്നത് സർക്കാർ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറെ കക്ഷി ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി കൂടി ഹർജിയിൽ കക്ഷി ചേർക്കാനായിട്ട് ഹൈക്കോടതി അപേക്ഷ സമർപ്പിക്കാൻ ഹർജിക്കാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൽത്തറയോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് വേദി ഒരുക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമാണ് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള ജില്ലാ കളക്ടറും മറുപടി നൽകണം. ക്ഷേത്രം അതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി രേഷ്മ.